ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ തക്കാളി കറിയാണ്. ഊണിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോംബോയാണ്. നമ്മുടെ വീട്ടിലുള്ള രണ്ട് പച്ചക്കറി മാത്രം മതി ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അല്പം കടുകിട്ട് പൊട്ടിക്കാം. ഇനി ഇതിലോട്ട് ഒരു 10ഓളം ചെറിയ ഉള്ളി ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 5 അല്ലി വെളുത്തുള്ളി നീളത്തിൽ കനം കുറച്ചരിഞ്ഞത് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്തിളക്കാം. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. വലിയ 2 തക്കാളി മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ടുള്ളത് കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് സോഫ്റ്റായി വരുന്നതിനായിട്ട് 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അടച്ചു വയ്ക്കാനായിട്ട്. 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ മുളക് പൊടിക്ക് അധികം എരിവില്ലാത്തത് കൊണ്ട് തന്നെ പൊടി നിങ്ങളുടെ ആവശ്യത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. 3/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. കൂടെ തന്നെ 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കുതിർത്തി പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇതൂടെ ചേർത്ത് കൊടുക്കാം. ഈ കറിക്ക് ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം കൂടി ചേർക്കാവുന്നതാണ്. കഞ്ഞിവെള്ളം കൂടി ചേർത്തിളക്കി തിളപ്പിച്ചെടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.